ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 120ഉം അവയുടെ വർഗങ്ങളുടെ തുക 289 ആണെങ്കിൽ സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പൊ രണ്ട് സംഖ്യകളാണ്. ആദ്യത്തെ സംഖ്യ നമുക്ക് എ ആയിട്ട് എടുക്കാം, രണ്ടാമത്തെ സംഖ്യ ബി ആയിട്ട് എടുക്കാം. ആദ്യം തന്നിട്ടുള്ളത് ഗുണനഫലം 120, അതായത് എ ഇൻറ്റു ബി ഈക്വൽ ടു 120. പിന്നെ തന്നിട്ടുള്ളത് അവയുടെ വർഗങ്ങളുടെ തുക. വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. വർഗങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എയുടെ വർഗം എ സ്ക്വയർ, ബിയുടെ വർഗം ബി സ്ക്വയർ. ഇത് രണ്ടിന്റെയും കൂടെ തുക എത്രയാണ്? 289. ഇനി ചോദിച്ചത് സംഖ്യകളുടെ തുക എത്ര? സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി, ഇതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എ ബി അറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അറിയാം. ഇനി ഇത് എല്ലാം വരുന്ന ഒരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതുള്ളത് ഏതാണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷനാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇതാ 289. 2ab കിട്ടണമെങ്കിൽ എ ബി ഇൻറ്റു 2, എ ബി നമുക്കറിയാം, അതിന്റെ ഇൻറ്റു 2 എടുത്താൽ 240. അപ്പൊ 2ab കിട്ടി. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 289 എഴുതാം, പ്ലസ് 2abക്ക് പകരം 240 എഴുതാം. കൂട്ടിയാൽ 529 എന്ത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. നമ്മളോട് ചോദിച്ചത് എന്താണ്? നമ്മളോട് ചോദിച്ചത് എ പ്ലസ് ബി ആണ്, തുകയാണ് ചോദിച്ചത്. അപ്പൊ ഈ സ്ക്വയർ ഒഴിവാക്കിയാൽ മതി. സ്ക്വയർ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? റൂട്ട് ചെയ്യണം. ലെഫ്റ്റ് റൂട്ട് ചെയ്യുക, റൈറ്റിൽ റൂട്ട് ചെയ്യുക. അപ്പൊ 529ന്റെ റൂട്ടായ 23 ആണ് ആൻസർ. എ പ്ലസ് ബി ഈക്വൽ ടു 23.